നവകേരള സദസ്സ് ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്. ഒരു സർക്കാർ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് സർക്കാർ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുകയും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യുന്ന ഒരു വലിയ ജനകീയ മുന്നേറ്റമായി ഈ സദസ്സ് മാറിയിട്ടുണ്ട്. ഇത് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു പരിപാടിയായി ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ജനപങ്കാളിത്തമാണ് എല്ലാ സദസ്സുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ ഏകുന്ന പദ്ധതിയാണ്. ഈ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഈ സദസ്സുകളിൽ കാണുന്ന ജനകീയ മുന്നേറ്റം. ജനങ്ങളിലേക്ക് മന്ത്രിമാരിറങ്ങുന്നതിനെ പറ്റി പറയാനാണെങ്കിൽ, മന്ത്രിമാർ നമ്മളെ എല്ലാവരെയും ഓരോ മണ്ഡലത്തിൽ വന്നും ഓരോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മണ്ഡലത്തിലേക്ക് മന്ത്രിമാരെത്തുന്നത്. അപ്പോൾ അവരുടെ പരാതികളും എല്ലാം കേൾക്കാനും എല്ലാം പരിഹരിച്ചു പോകാനും വേണ്ടിയിട്ടാണ് നമ്മളെ മന്ത്രിമാർ നമ്മുടെ ഓരോ മണ്ഡലത്തിലും ഇറങ്ങി ഓരോ കാര്യങ്ങളും നടത്തി പോകുന്നത്. നല്ല കാര്യമാണ്. നവകേരള സദസ്സ് നല്ലൊരു കാര്യമാണ്. നമ്മളെ പരാതികൾ നേരിട്ട് മന്ത്രിമാരോട്, മുഖ്യമന്ത്രി സാറിനോടും മറ്റു മന്ത്രിയോടും പറയുവാനും അത് 45 ദിവസം സമയമുണ്ട്, അത് പരിഹരിക്കുവാനൊക്കെ നല്ലൊരു മാർഗമായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അല്ല, ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങൾ നമ്മളത് നന്മയായിട്ട് തന്നെ കാണണം എന്നുള്ളൊരു ആളാണ് ഞാൻ. ഇങ്ങനൊരു നവകേരള യാത്രയ്ക്ക് മുഖ്യമന്ത്രി സാറും മറ്റുള്ള മന്ത്രിമാരെ ഇറങ്ങിയത് നല്ലതായിട്ട് ഞാൻ കാണുന്നുള്ളൂ.